ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. തൈപ്പൂയ ദിന വ്രതത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. 2025 ഫെബ്രുവരി 11 ചൊവ്വാഴ്ച ദിവസമാണ് തൈപ്പൂയമായി വരുന്നത്. അന്നത്തെ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സൗഖ്യങ്ങൾ, നല്ല ഫലങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ എല്ലാം ജാതകത്തില് പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ട്, പല രീതിയിലുള്ള ദോഷങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ചൊവ്വാദോഷം. പ്രത്യേകിച്ച് ചൊവ്വ 7ാം ഭാവം അഷ്ടമസ്ഥാനത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ വളരെയധികം ദോഷമാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ, അതുപോലെ വിവാഹം നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നതോടുകൂടി നമുക്ക് ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ, കടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നതാണ്. അതുപോലെ നമ്മളുടെ സന്തതികളുടെ ആയുരാരോഗ്യ സൗഖ്യം, ജീവിതത്തിൽ ഉണ്ടാകുന്ന മനക്ലേശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിത്തരാൻ സുബ്രഹ്മണ്യ സ്വാമി നമ്മളെ കടാക്ഷിക്കുന്നു ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നതോടുകൂടി. അപ്പോൾ തൈപ്പൂയം മകരമാസത്തിലെ പൂയം ദിനത്തിലാണ് ആചരിക്കുന്നത്. ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകത, സുബ്രഹ്മണ്യ സ്വാമിയെ ദേവ സൈന്യത്തിന്റെ അധിപനായി നിയോഗിച്ച ദിനം കൂടിയാണിത്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനമാണ്. പൂർണ്ണമായ കടാക്ഷം സുബ്രഹ്മണ്യ സ്വാമിയുടെ കിട്ടുന്ന ഒരു ദിനം കൂടിയാണിത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു വ്രതം അനുഷ്ഠിക്കേണ്ടത്, അതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വർഷം ചൊവ്വാഴ്ച ദിനം 2025 ഫെബ്രുവരി 11 ചൊവ്വാഴ്ചയാണ് തൈപ്പൂയം. അപ്പോൾ അന്ന് തലേ ദിവസം മുതൽ വ്രതം അനുഷ്ഠിച്ചു തുടങ്ങണം. തലേ ദിവസം അതുപോലെ ചൊവ്വാഴ്ച ദിവസം, അതിന്റെ അടുത്ത ദിവസം, ഈ 3 ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഈ 3 ദിവസം മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കണം. തിങ്കളാഴ്ച ദിവസം, അതായത് തൈപ്പൂയ ദിനത്തിന്റെ തലേ ദിവസം വൈകിട്ട് വിളക്ക് തെളിയിച്ച് സുബ്രഹ്മണ്യ സ്വാമി മന്ത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജപിക്കാവുന്നതാണ്. അതുപോലെ പരമാവധി നെയ്യ് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുന്നതാണ് ഉത്തമം. അത് പറ്റുന്നില്ലെങ്കിൽ എള്ളെണ്ണ കൊണ്ട് വിളക്ക് തെളിയിക്കാം, അത് മധ്യമത്തിലെടുക്കാം. നെയ്യാണ് ശ്രേഷ്ഠം. അങ്ങനെ വ്രതം നോക്കുക. അടുത്ത ദിവസം തൈപ്പൂയ ദിനം രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയോടുകൂടി ഭസ്മക്കുറി തൊട്ട് കാവി വസ്ത്രം ധരിച്ച് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുക. സ്വാമിയോട് നമ്മളുടെ ക്ലേശങ്ങളെല്ലാം പറയുക. പ്രത്യേകിച്ച് കുമാരസൂക്ത പുഷ്പാഞ്ജലി വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റാൻ. അപ്പൊ അങ്ങനെ ദർശനം നടത്തുക. അന്ന് വൈകിട്ട് വിളക്ക് തെളിയിച്ച് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം, സനൽകുമാരായ വിദ്മഹേ ശതനനായ ധീമഹി തന്നോ സ്കന്ദഃ പ്രചോദയാത്, ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അന്ന് ആ ഒരു ദിനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു നേരം ആഹാരം അത് ശ്രദ്ധിക്കണം. അതുപോലെ ചായ, കാപ്പി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ഫലവർഗ്ഗങ്ങള്, പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു നേരം ആഹാരം അത് ശ്രദ്ധിക്കണം. അടുത്ത ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടി അമ്പലത്തിൽ പോയിട്ട്, ക്ഷേത്രത്തിൽ പോയിട്ട് തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാവുന്നതാണ്. അമ്പലത്തിൽ പോകാൻ അന്ന് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തുളസിയില ഇട്ട ജലം സേവിച്ച് വ്രതം മുറിക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 ദിവസം പൂർണ്ണമായും മത്സ്യമാംസാദികൾ ഒഴിവാക്കണം. അങ്ങനെയുണ്ടെങ്കിൽ പൂർണ്ണമായും സുബ്രഹ്മണ്യ സ്വാമിയുടെ കടാക്ഷം നിങ്ങളിൽ നിൽക്കുന്നതാണ്, നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അദ്ദേഹം മാറ്റുന്നതാണ്. സന്താനങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യം എല്ലാം ഇതിലൂടെ നിങ്ങൾക്ക് കടാക്ഷിക്കുന്നതാണ് സുബ്രഹ്മണ്യ സ്വാമി. ഇത് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു തൈപ്പൂയ ദിന വ്രതം എടുക്കാനുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ബന്ധുമിത്രാദികളിലേക്ക് എൻ്റെ ചാനൽ ഡീറ്റെയിൽസ് എത്തിക്കുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.